നമ്മുടെ ക്വസ്റ്റ്യൻ find a second order homogeneous ordinary differential equation for which given functions are solutions. Show the linear independence by Wronskian. Solve the IVP. Initial value problem 1 e raised to 3x, y0 is equal to y dot 0 is equal to -1. അപ്പോൾ ഇവിടെ നമ്മൾ y1 എന്നുള്ളത് 1 എന്നും y2 എന്നുള്ളത് e raised to 3x എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് എന്താണ്? c1 y1 c1 plus c2 into e raised to 3x. ഇതാണ് നമുക്ക് കിട്ടുന്ന y is equal to c1 plus c2 into e raised to 3x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നിന്ന് സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷൻ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ y ഡാഷ് കാണാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0, അപ്പൊ c2 into 3 into e raised to 3x. ഇനി ഒന്നും കൂടി അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ y ഡബിൾ ഡാഷ് is equal to c2 into 3 into 3 e raised to 3x. അപ്പൊ നമുക്ക് y ഡബിൾ ഡാഷ് is equal to 9c2 e raised to 3x കിട്ടും. 9c2 e raised to 3x കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് ഈ y ഡാഷ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? 3c2 e raised to 3x എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 into 3c2 e raised to 3x എന്ന് എഴുതാം. 9 നമ്മൾ 3 into 3 എന്ന് എഴുതി. Therefore y double dash is equal to 3 into ഈ 3c2 e raised to 3x ന് പകരം എന്ത് കൊടുക്കാം? y ഡാഷ് എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് is equal to 0. ഇതാണ് നമുക്ക് കിട്ടുന്ന സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷൻ. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് is equal to 0. ഈ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷിയേഷന്റെ രണ്ട് സൊല്യൂഷൻസ് ആണ് 1 ഉം e raised to 3x. ആ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം. സെക്കൻഡ് പാർട്ട് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് റോൺസ്കിയൻ ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ റോൺസ്കിയൻ കണ്ടുപിടിക്കാം. റോൺസ്കിയൻ കാണാനുള്ള ഫോർമുല എന്താണ്? w is equal to y1 y2 y1 dash y2 dash. y1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. y2 എന്ന് പറഞ്ഞാൽ e raised to 3x. y1 dash എന്ന് പറഞ്ഞാൽ 0. y2 dash എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to 3x into 3. ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 into e raised to 3x minus 0. Therefore 3 into e raised to 3x that is not equal to 0. Therefore the solutions are independent. രണ്ടാമത്തെ ആൻസർ കിട്ടി. Solutions are independent. സെക്കൻഡ് ആൻസർ കിട്ടി. Solutions are independent. ഇനി നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ഉപയോഗിച്ച് ഇതിന്റെ c1 c2 കണ്ടുപിടിക്കണം. മൂന്നാമത്തെ കേസ് കണ്ടുപിടിക്കണം. തേർഡ് കേസ്. അപ്പോ y is equal to എന്താണ്? y is equal to നമുക്ക് കിട്ടിയത് y is equal to c1 plus c2 into e raised to 3x ആണ്. അപ്പൊ അതില് ഫസ്റ്റ് കണ്ടീഷൻ y0 തന്നിട്ടുണ്ട്. y0 is equal to 0. അപ്പൊ 0 is equal to y0 is equal to 2 ആണ് വന്നിരിക്കുന്നത് അല്ലെ? y0 is equal to 2 ആണ്. y0 is equal to 2. അപ്പൊ 2 is equal to ഇവിടെ x കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x കാണുന്നിടത്തൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1 plus c2 ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് 2 equal to c1 plus c2 എന്ന് കിട്ടും. 2 equal to c1 plus c2. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y dash is equal to c1 ന്റെ 0 ആയി പോകും. c2 into 3 into e raised to 3x. ഇനി y dash 0 നമുക്ക് എന്താ തന്നിരിക്കുന്നത്? y dash 0 is equal to -1 എന്നാണ് തന്നിരിക്കുന്നത്. That is equal to -1 is equal to 0 plus c2 into 3. e raised to 0 എന്ന് പറഞ്ഞാൽ 1 ആവും. അപ്പൊ 3c2 is equal to -1 എന്ന് വരും. Therefore c2 ന്റെ വാല്യൂ നമുക്ക് -1/3. അപ്പൊ c2 ന്റെ വാല്യൂ നമുക്ക് -1/3 കിട്ടും. ഇനി c1 ന്റെ വാല്യൂ കിട്ടാനായിട്ട് c1 is equal to 2 minus c2. Therefore 2 minus plus 1/3. Therefore 7/3 എന്ന് വരും. അപ്പൊ നമുക്ക് c1 ന്റെ വാല്യൂ 7/3, c2 ന്റെ വാല്യൂ -1/3 വരും. Therefore y is equal to എന്താണ്? y is equal to 7/3 plus -1/3 e raised to 3x. ഇതാണ് നമുക്ക് കിട്ടുന്ന അവസാനം കിട്ടുന്ന സൊല്യൂഷൻസ്. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. 7/3 minus 1/3 e raised to 3x. എല്ലാവരും എഴുതിയെടുക്കണ്ട.